അന്യോൺ ചിങ്കുത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ജൂണി വിവേഴ്സിലൊരു ലൈവ് വന്നിരുന്നു. ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് വരെ നീണ്ടുന്നൊരു ലൈവായിരുന്നു ജൂൺ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ ചെയ്യാൻ പോണത്. ഇനി ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നുമില്ല, അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈവിൽ ജൂൺ പറയുന്നുണ്ട്, ഞാൻ നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്താണ് നെക്സ്റ്റ് ഇയർ വരാത്ത ഈ 2025 കഴിഞ്ഞ് 2026 ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ദംജും പറയുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഒരു പ്രോപ്പറായിട്ട് സോളോ കോൺസേർട്ട് നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ ആൽബം പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നായിട്ട് ഒരു 2 മാസത്തോളം BTS മെമ്പേഴ്സ് എല്ലാവരും കൂടെ LAയിൽ താമസിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഇനി അവരെ കൂടെ ഇങ്ങനെ താമസിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ജൂണി പറയുന്നുണ്ട്. അതേപോലെ BTSന്റെ വരാൻ പോണ വേൾഡ് ടൂറിനെ കുറിച്ച് നംജുൻ സംസാരിക്കണ്ടായിരുന്നു. പിന്നെ ചില ആർമീസ് നംജുനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുന്നുണ്ട് ഈ ഒരു ലൈവിൽ. അത് എല്ലാ ലൈവിലും ഉള്ളൊരു പ്രത്യേകതയാണ്, നംജുനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുന്നത്. നംജുന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും എന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ലൈവിൽ ആ ഒരു സംഭവം നംജുൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, അല്ലെങ്കിൽ കൊറിയനിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയനിൽ സംസാരിക്കും എന്നുള്ളത് നംജുൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കായാലും നമ്മൾ പറയുന്ന ആ ഒരു ലാംഗ്വേജ് പറയാനായിരിക്കുമല്ലോ ഇഷ്ടം, അധികം വരിക അതായിരിക്കും. പിന്നെ നമുക്ക് തോന്നുമ്പോഴായാലും നമ്മൾ മറ്റുള്ള ലാംഗ്വേജുകൾ പറയുക. അപ്പോൾ ഈ ആർമീസ് ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഇറിറ്റേഷനായിട്ട് നംജുന് ഫീൽ ചെയ്തിരുന്നു. പിന്നെ നംജുൻ ഒരു ബീനി ഇട്ടിട്ടായിരുന്നു ലൈവിൽ വന്നിരുന്നത്. അപ്പോൾ എന്താണ് അതെന്ന് ചോദിക്കുമ്പോൾ നംജുൻ പറയുന്നത് എൻ്റെ ഹെയർ ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീനി ഇട്ടിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാറ്റ് ഉണ്ടോ എന്ന് ആർമീസ് ചോദിക്കുമ്പോൾ എനിക്ക് ക്യാറ്റ് ഇല്ല, ഞാനൊരു ഡോഗ് പേഴ്സൺ, അതായത് എനിക്ക് ഡോഗിനെയാണ് ഇഷ്ടം. പിന്നെ ഞാനൊരു ഡോഗാണെന്നും പറഞ്ഞിട്ട് ലൈവിൽ ഇങ്ങനെ കുരയ്ക്കണ പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലിപ്സ് ഡ്രൈ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലിപ് ബാം ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ചും ഒരു കാറ് വാങ്ങിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോഴും സ്വയം ഡ്രൈവ് ചെയ്യാൻ പേടിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഒരു ആർമി നംജുൻ ഓടിക്കുന്ന കാറിൽ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നംജുൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ അവിടെ വന്ന് പിക്ക് ചെയ്യാം, പക്ഷെ നിന്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും എല്ലാ ലൈവിലും പറയുന്ന പോലെ തന്നെ വയസ്സാവണതിനെ കുറിച്ച്, മാരേജിനെ കുറിച്ച്, ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആർമീസിനോട് സിംഗിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ നംജുൻ്റെ വീട്ടിലായിരുന്നു ലൈവ് വന്നിരുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന റൂമിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അത് ആർമീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആർമീസിനോട് ഞാൻ ക്യൂട്ടല്ലേ, ഞാൻ ക്യൂട്ടാണ് നിങ്ങൾ പറയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ നംജുൻ ഈ റൂമിൽ 2 ട്രീ ഉണ്ട്, അവിടെ ഒരു ട്രീ, അതായത് പിന്നെ സ്വയം കാണിച്ചിട്ട് ഇത് ഞാനൊരു ട്രീ എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈവിൽ ആർമീസ് നംജുനോട് സ്പോയിലേഴ്സ് പറയാൻ പറയുന്നുണ്ട്. അപ്പം നംജുൻ ഇല്ല ഞാൻ പറയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പോയിലേഴ്സ് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയും, അപ്പോൾ അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അതേപോലെ ആർമീസ് നംജുൻ്റെ വിരൽ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ നംജുൻ അല്ലേ എനിക്ക് തോന്നി എൻ്റെ വിരൽ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി നംജുനോട് യുങ്കി ലൈവ് വന്നിരുന്നു എന്ന് പറയുമ്പോൾ നംജുൻ യുങ്കിയേട്ടൻ ലൈവ് വന്നോ എന്ന് ചോദിച്ചിട്ട് അന്തം വിടുന്നുണ്ട്. പിന്നെ നംജുൻ പറയുന്നത് വരാൻ പോണ BTSന്റെ ആൽബത്തിനെ കുറിച്ച് BTS ഭയങ്കര, അതായത് ടെൻഷനും പേടിയൊക്കെ അവർക്കുണ്ട്, പക്ഷെ ആർമീസിനെ വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോണത്. അപ്പോൾ ആർമീസിൻ്റെ മേലെ അവർക്ക് അത്രയും വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കംബാക്കിന് അത്രത്തോളം അവർ പ്രിപ്പയർ ചെയ്യണത് തന്നെ. പിന്നെ നംജുൻ ജിമ്മിനെ കുറിച്ച് പറയുമ്പോൾ ജിമ്മിനായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 വർഷത്തിന് ശേഷം ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചിരുന്നു, പക്ഷേ ഒരു തവണ മാത്രം ഓണാക്കിയിട്ട് ഇപ്പോൾ അത് മൂലയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ പിന്നെ നംജുൻ പറയുന്നത് 2026 എന്നോട് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്, എന്നോട് നല്ലതായിരിക്കണം. അതേപോലെ ആർമീസിനൊക്കെ ഹാപ്പി നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായാലും എന്നോട് 2026 നല്ലതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ലൈവ് എൻഡ് ചെയ്തിട്ട് പോണത്.